User defined data types in C. നമ്മൾ ഡേറ്റ ടൈപ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ 3 ക്ലാസ്സസ് ഓഫ് ഡേറ്റ ടൈപ്സ് പറഞ്ഞിരുന്നു. ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് ആൻഡ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ്. നേരത്തെ നമ്മൾ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് ആണ്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സ് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം സിയിൽ. ഒന്ന് ടൈപ്പ് ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ട് നമുക്ക് ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യാം. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈനം കീവേഡ് വെച്ചിട്ടാണ്. ഇത് രണ്ടുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ യൂസർ ഡിഫൈൻഡ് ടൈപ്പ് ഡിക്ലറേഷൻ യൂസിങ് ടൈപ്പ് ഡെഫ്. Then C allows users to define an identifier that would represent an existing data type. അതായത് എക്സിസ്റ്റിംഗ് ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ്, അതായത് ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, ഇതൊക്കെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടേതായ രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫയേഴ്സിനെ അസൈൻ ചെയ്യാം, ഐഡൻറ്റിഫയേഴ്സിനെ യൂസ് ചെയ്യാം. അങ്ങനൊരു കാര്യം സിയിൽ പോസിബിളാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈപ്പ് ഡെഫ് എന്ന് പറഞ്ഞ കീവേഡാണ് യൂസ് ചെയ്യുക. അതായത് ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സിനെ നമുക്കൊരു റീനെയിം ചെയ്യണ പോലെയാണ്. അതായത് നമുക്ക് പുതിയതായിട്ട് ഡേറ്റ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യല്ല, ഇൻഡിവിജ്വൽ ഡേറ്റ ടൈപ്പിനെ തന്നെ നമ്മുടേതായ രീതിയിൽ നമുക്ക് റീനെയിം ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഇൻറ്റ് എ, ഫ്ലോട്ട് എഫ് ഇങ്ങനെയൊക്കെ ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം നമുക്കിപ്പോൾ ഹൈറ്റ് എച്ച് അല്ലെങ്കിൽ മാർക്ക് M1 ഇങ്ങനെയൊക്കെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കുറച്ചും കൂടെ റീഡബിൾ ആവും. പക്ഷേ നമുക്ക് ഹൈറ്റ് എന്ന് ഡിക്ലെയർ ചെയ്യാൻ നമുക്ക് ഡേറ്റ ടൈപ്പ് ഇല്ല, അല്ലെങ്കിൽ മാർക്ക് എന്നൊരു ഡേറ്റ ടൈപ്പ് നമുക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സിന് ഹൈറ്റ് എന്നോ മാർക്ക് എന്നൊക്കെ ഉള്ള പുതിയ ഐഡൻറ്റിഫയേഴ്സ് അസൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ഹൈറ്റ് മാർക്കൊക്കെ വെച്ചിട്ട് നമുക്ക് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. സോ യൂസർ ഡിഫൈൻ ഡേറ്റ ടൈപ്പ് ഐഡൻറ്റിഫയർ ക്യാൻ ബി ലേറ്റർ യൂസ് ടു ഡിക്ലെയർ വേരിയബിൾസ്. അതായത് ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് ഐഡൻറ്റിഫയർ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഐഡൻറ്റിഫയറിനെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ഡെഫ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡാണ് യൂസ് ചെയ്യുക. അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞ ഇതാണ് ടൈപ്പ് ഡെഫ് ടൈപ്പ് ഐഡൻറ്റിഫയർ, ടൈപ്പ് ഡെഫ് സ്പേസ് ടൈപ്പ് സ്പേസ് ഐഡൻറ്റിഫയർ. ഇതിൽ ടൈപ്പ് ഡെഫ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്, സിംഗിൾ വേർഡാണ്. ടൈപ്പ് ഡെഫ് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു സ്പേസ് ഇടണം. ദെൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ എക്സിസ്റ്റിംഗ് ഡേറ്റ ടൈപ്പ്, അതായത് ഇൻറ്റ്, ഫ്ലോട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഡേറ്റ ടൈപ്പ് ആയിരിക്കും നമ്മളവിടെ കൊടുക്കുക. ദെൻ സ്പേസ് ഐഡൻറ്റിഫയർ, വേർ ഐഡൻറ്റിഫയർ ഇസ് എ ന്യൂ നെയിം ഗിവൺ ടു ദി എക്സിസ്റ്റിംഗ് ഡേറ്റ ടൈപ്പ്. ഒരു എക്സാമ്പിൾ നോക്കാം. ടൈപ്പ് ഡെഫ് ഇൻറ്റ് യൂണിറ്റ്സ്. ഇവിടെ നമ്മൾ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സിസ്റ്റിംഗ് ഡേറ്റ ടൈപ്പ് എന്ന്, അതായത് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു നെയിം നമ്മൾ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി ആ പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ യൂണിറ്റ്സ് എന്ന് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യാം, ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടും നമുക്ക് ഡിക്ലെയർ ചെയ്യാം. നമുക്ക് യൂണിറ്റ്സ് എന്നൊരു വേർഡും കൂടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമെന്ന് മാത്രം. ദെൻ ടൈപ്പ് ഡെഫ് ഫ്ലോട്ട് ഹൈറ്റ്, അതായത് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഡേറ്റ ടൈപ്പിന് ക്രിയേറ്റ് ചെയ്തു, ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ നമ്മളിപ്പോൾ യൂണിറ്റ്സ് എന്നും ഹൈറ്റ് എന്നും പറഞ്ഞിട്ട് രണ്ട് പുതിയ ഡേറ്റ ടൈപ്പ് ഉണ്ടാക്കി. ഇനി നമുക്ക് ആ ഡേറ്റ ടൈപ്പുള്ള വേരിയബിൾസിനെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം. യൂണിറ്റ്സ് ബാച്ച് 1 ബാച്ച് 2. നമ്മൾ ഇൻറ്റ് ബാച്ച് 1 ബാച്ച് 2 എന്ന് എഴുതുന്ന അതേ മീനിങ് തന്നെയാണ്, പക്ഷേ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാം കുറച്ചും കൂടെ റീഡബിൾ ആവും. ദെൻ ഹൈറ്റ് മെയിൽ ഫീമെയിൽ, അതായത് മെയിൽ ഹൈറ്റ് എന്താണ്, ഫീമെയിൽ ഹൈറ്റ് എന്താണ്, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൽ എന്ന് പറഞ്ഞ കീവേഡും ഫീമെയിൽ എന്ന് പറഞ്ഞ കീവേഡും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്ലോട്ട് മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞതിനേക്കാളും ഇത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ നല്ലത് ഹൈറ്റ് മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രോഗ്രാം റീഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ടൈപ്പ് ഡെഫ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പുതിയ ഡേറ്റ ടൈപ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ടൈപ്പ് ഡെഫ് ഇൻറ്റ് യൂണിറ്റ്സ് എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. എനിക്ക് ഇതേ പ്രോഗ്രാമിൽ തന്നെ ടൈപ്പ് ഡെഫ് ഇൻറ്റ് മാർക്ക് എന്നും യൂസ് ചെയ്യാം. എന്നിട്ട് മാർക്ക് M1 എന്നെനിക്ക് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂണിറ്റ്സ് ബാച്ച് 1 ബാച്ച് 2 എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, മാർക്ക് M1 M2 എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ബാച്ച് 1ഉം ബാച്ച് 2ഉം എന്തിനാണ് യൂസ് ചെയ്യണത്, M1 M2 എന്തിനാണ് യൂസ് ചെയ്യണമെന്ന്. അതിന് പകരം ഇൻറ്റ് ബാച്ച് 1 ബാച്ച് 2 M1 M2 എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും പേർപ്പസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്കത് റീഡബിൾ ആക്കുക എന്നുള്ളതാണ് യൂസർ ഡിഫൈൻഡ് ടൈപ്പ് ഡിക്ലറേഷൻ്റെ ഉദ്ദേശം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ്. ഇവിടെ ഇതും ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ഈനം എന്ന് പറഞ്ഞ കീവേഡാണ്. ഈനം എന്ന് പറഞ്ഞത് എന്യൂമറേഷൻ്റെ ഷോർട്ടാണ്. അപ്പോൾ എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പിന് ഈനം എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഈനം സ്പേസ് ഐഡൻറ്റിഫയർ, അത് കഴിഞ്ഞിട്ടൊരു കേളി ബ്രേസ്, ഓപ്പൺ കേളി ബ്രേസ് ഇടുക, വാല്യൂ 1 വാല്യൂ 2 എക്സെട്ര വാല്യൂ n, കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ.
ഇങ്ങനെയാണ് നമ്മളൊരു എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പിനെ ഡിഫൈൻ ചെയ്യുക. Here, identifier is a user-defined enumerated data type which can be used to declare variables that can have one of the values enclosed within braces. അതായത് നമ്മൾ നേരത്തെ ടൈപ്പ് ഡെഫ് യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ഐഡൻറ്റിഫയർ എന്നാണ് പറഞ്ഞത് പുതുതായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നെയിമിന്. അതുപോലെ ഇവിടെ ഈ നെമ്മിനും നമ്മൾ കൂടെ ഒരു ഐഡൻറ്റിഫയർ ഉണ്ട്. ഈ ഐഡൻറ്റിഫയർ ആണ് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റ ടൈപ്പിൻ്റെ നെയിം. ഇനി അതിൻ്റെ കേളി ബ്രേസിനകത്തുള്ള വാല്യൂ 1, വാല്യൂ 2, എക്സെട്ര വാല്യൂ n, അതായത് n വാല്യൂസ് നമുക്ക് അതിനകത്ത് കൊടുക്കാം. ഈ വാല്യൂസ് മാത്രമാണ് ഈ ഐഡൻറ്റിഫയർ വെച്ചിട്ട്, ഈ ഐഡൻറ്റിഫയർ ആണല്ലോ നമ്മുടെ പുതിയ ഡേറ്റ ടൈപ്പ്, ഈ ഡേറ്റ ടൈപ്പിന് വരാവുന്ന വാല്യൂസാണ് നമ്മൾ ഈ ബ്രാക്കറ്റിൽ കൊടുക്കുക. അതായത് ഈ ഐഡൻറ്റിഫയർ വെച്ചിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിന് വരാവുന്ന വാല്യൂസാണ് ഈ ബ്രാക്കറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന വാല്യൂസ്. ആൻഡ് വാല്യൂസ് വിത്തിൻ ദി ബ്രാക്കറ്റ്സ് ആർ കോൾഡ് എന്യൂമറേഷൻ കോൺസ്റ്റൻസ്. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ഉണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സ്ട്രിങ് പോലെയാണ് തോന്നുന്നത്, പക്ഷെ അത് ജസ്റ്റ് നെയിംസ് ആണ്. നമ്മൾ കുറേ വാല്യൂസിന് കൊടുക്കുന്ന നെയിമാണ്, അതിനെ നമ്മൾ എന്യൂമറേഷൻ കോൺസ്റ്റൻസ് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ ടൈപ്പ് വെച്ചിട്ടുള്ള വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഈനം എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക. ഈനം, ഐഡൻറ്റിഫയർ, v1, v2, എക്സെട്ര vn. ഇതിൽ v1, v2, എക്സെട്ര vn എന്ന് പറഞ്ഞതാണ് വേരിയബിൾ നെയിംസ്. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഈനം കീവേഡ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഐഡൻറ്റിഫയർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഐഡൻറ്റിഫയർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വേരിയബിൾസിനെ, ഇപ്പോൾ നമ്മൾ v1 എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ v1 എന്ന് പറഞ്ഞ വേരിയബിളിന് വരാവുന്ന വാല്യൂസ്, ഈ ഐഡൻറ്റിഫയർ നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്ത വാല്യൂസ് ഇല്ലേ, അതിലേതെങ്കിലും ഒരു വാല്യൂ മാത്രമേ v1 എന്ന് പറഞ്ഞ വേരിയബിളിന് വരാൻ പറ്റുള്ളൂ. അതായത് നമ്മളിവിടെ അസൈൻമെൻറ്റ് ചെയ്യുക എങ്ങനെയായിരിക്കും, v1 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് v1 ഈക്വൽ ടു വാല്യൂ 2 എന്ന് പറഞ്ഞാൽ v1 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ ലിസ്റ്റ് ഓഫ് വാല്യൂസിൽ ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ v3 ഈക്വൽ ടു വാല്യൂ 1 എന്ന് പറഞ്ഞു. അതായത് v3 എന്ന് പറഞ്ഞത് ഒരു എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ് ആയിട്ടുള്ള വേരിയബിളാണ്. ആ വേരിയബിളിനകത്ത് വരാവുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിസ്റ്റ് ഓഫ് വാല്യൂസിലൊരു വാല്യൂ ആണ്. അതാണ് ഞാൻ ഇവിടെ വാല്യൂ 1 എന്ന് കൊടുത്തത്. അപ്പോൾ നമുക്കതിന് എക്സാമ്പിൾ നോക്കാം. ഈനം ഡേ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. അതായത് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അതിന് വരാവുന്ന വാല്യൂസാണിത്, മൺഡേ, ട്യൂസ്ഡേ, അങ്ങനെ സൺഡേ വരെയുള്ള വാല്യൂസ്. അപ്പോൾ നമ്മൾ ഡേ എന്ന് പറഞ്ഞ എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ് എന്താണെന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത്. ഇനി നമുക്ക് അത് വെച്ചിട്ടുള്ള വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. വീണ്ടും നമ്മൾ എന്തെഴുതി, ഈനം ഡേ, വീക്ക് സ്റ്റാർട്ട്, വീക്ക് എൻഡ്, അങ്ങനെ 2 വേരിയബിൾ നെയിംസ് നമ്മൾ എടുക്കുകയാണ്. വീക്ക് സ്റ്റാർട്ടിൻ്റെ ടൈപ്പ് ഈനം ഡേ ആണ്, വീക്കെൻഡിൻ്റെ ടൈപ്പ് ഈനം ഡേ ആണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വാല്യൂസ് അസൈൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പറയാം, വീക്ക് സ്റ്റാർട്ട് ഈക്വൽ ടു മൺഡേ, വീക്ക് എൻഡ് ഈക്വൽ ടു ഫ്രൈഡേ. അതായത് ഇവിടെ നമ്മൾ എന്താണോ കേളി ബ്രേസിനകത്ത് പറഞ്ഞത് അതിലേതെങ്കിലും വാല്യൂ മാത്രമേ വീക്ക് സ്റ്റാർട്ടിലേക്കും വീക്ക് എൻഡിലേക്കും നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി അസൈൻസ് ഇൻറ്റിജർ ഡിജിറ്റ്സ് ബിഗിനിങ് വിത്ത് 0 ടു ഓൾ ദി എന്യൂമറേഷൻ കോൺസ്റ്റൻസ്. എന്യൂമറേഷൻ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന വാല്യൂസ്. ഈ വാല്യൂസ് നമ്മൾ കാണുന്നത് മൺഡേ, ട്യൂസ്ഡേ എന്നൊക്കെയാണ്. ഈ മൺഡേ, ട്യൂസ്ഡേ എന്നൊക്കെ പറഞ്ഞത് കുറേ നെയിമുകളാണ്, കുറച്ച് ഇൻറ്റിജർ വാല്യൂസിന് അസൈൻ ചെയ്തിരിക്കുന്ന നെയിമാണ്. ഈ ഇൻറ്റിജർ വാല്യൂസ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഈ മൺഡേയുടെ ഇൻറ്റിജർ വാല്യൂ 0 ആണ്, ട്യൂസ്ഡേയുടെ ഇൻറ്റിജർ വാല്യൂ 1 ആണ്, വെനസ്ഡേ 2 ആണ്. അതായത് 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഇൻറ്റിജർ വാല്യൂസ് അസൈൻ ചെയ്യും. ഈ ലിസ്റ്റിലെ ഫസ്റ്റ് വാല്യൂ ഏതാണോ, ഫസ്റ്റ് എന്യൂമറേഷൻ കോൺസ്റ്റൻറ്റ് ഏതാണോ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും, സെക്കൻഡിൻ്റെ വാല്യൂ 1 ആയിരിക്കും, തേർഡിൻ്റെ വാല്യൂ 2 ആയിരിക്കും. അങ്ങനെ 1 ഇങ്ങനെ ആഡ് ചെയ്തിട്ടായിരിക്കും ഇതിനകത്തുള്ള മുഴുവൻ വാല്യൂസിൻ്റെയും വാല്യൂ വരിക. ദെൻ ഓട്ടോമാറ്റിക് അസൈൻമെൻറ്റ് ക്യാൻ ബി ഓവർ റിഡൺ ബൈ അസൈനിങ് വാല്യൂസ് എക്സ്പ്ലിസിറ്റ്ലി. ഞാൻ പറഞ്ഞു മൺഡേക്ക് 0 എന്നാണ് വാല്യൂ വരിക. അപ്പോൾ എനിക്ക് മൺഡേക്ക് 1 എന്ന് വാല്യൂ വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി, ഈനം ഡേ മൺഡേ ഈക്വൽ ടു 1, ദെൻ കോമ ട്യൂസ്ഡേ, വെനസ്ഡേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ മൺഡേ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ ആ ഒരു എന്യൂമറേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 1 ആണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നെക്സ്റ്റ് വാല്യൂ ട്യൂസ്ഡേ ഈക്വൽ ടു 5 എന്ന് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. ട്യൂസ്ഡേക്ക് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, ട്യൂസ്ഡേ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ എന്യൂമറേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ +1 ആണ് ഇതിൻ്റെ വാല്യൂ. അതായത് ഇവിടെ മൺഡേ ഈക്വൽ ടു 1 കോമ ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ ട്യൂസ്ഡേയുടെ വാല്യൂ 2 ആണ്. അതേസമയം മൺഡേ ഈക്വൽ ടു 5 കോമ ട്യൂസ്ഡേ എന്നാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ട്യൂസ്ഡേയുടെ വാല്യൂ 6 ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇതിനകത്തുള്ള എല്ലാ വാല്യൂസിനും
ഇൻറ്റിജർ വാല്യൂ എക്സ്പ്ലിസിറ്റ്ലി അസൈൻ ചെയ്യാം. മൺഡേ ഈക്വൽ ടു 1, ട്യൂസ്ഡേ ഈക്വൽ ടു 2, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് അസൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ ഫസ്റ്റ് വണ്ണിന് മാത്രം നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് വൺ മുതൽ ഇതായിട്ട് 1 വെച്ച് ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് പോകും. ഇനി ഞാൻ ഇതിനകത്ത് 10 വാല്യൂസ് ഇതിനകത്ത് എഴുതാണ്, കേളി ബ്രേസിനകത്ത് 10 വാല്യൂസ് എഴുതുകയാണെന്ന് ഇരിക്കാം. എന്നിട്ട് ഞാൻ 5th വാല്യൂവിൻ്റെ വാല്യൂ ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. അപ്പോൾ 6th വാല്യൂവിൻ്റെ വാല്യൂ 11 ആണ്, 7th വാല്യൂ 8 ആണ്. അതേസമയം ഫസ്റ്റിൻ്റെ വാല്യൂ 0 തന്നെ ആയിരിക്കും. വെച്ചാൽ ഫസ്റ്റ് മുതൽ 4 വരെയുള്ളതിന് വാല്യൂസ് ഒന്നും അസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ടായിരിക്കും. എവിടെയാണോ നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് അസൈൻ ചെയ്ത വാല്യൂവിൻ്റെ മുകളിൽ നിന്നാണ് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുക. ഇനി വേറൊരു മെത്തേഡ് ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതിൽ നമ്മൾ എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഈ 2 സ്റ്റെപ്പും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒന്നായിട്ട് എഴുതാം. അതായത് ഈനം ഡേ ബ്രാക്കറ്റിൽ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ നമ്മളിവിടെ എഴുതിയ സംഭവം തന്നെ സൺഡേ വരെ എഴുതുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സ്പേസ് വീക്ക് സ്റ്റാർട്ട് കോമ വീക്കെൻഡ് സെമിക്കോളൻ. ഇങ്ങനെ പറഞ്ഞാൽ നമ്മളതിൻ്റെ ഡെഫിനേഷനും വേരിയബിൾ ഡിക്ലറേഷനും എല്ലാം കൂടെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടി വരിക? നമുക്ക് പ്രോഗ്രാമിനകത്ത് ചില കാര്യങ്ങൾക്കൊക്കെ ഇൻറ്റിജർ വാല്യൂസ് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഇൻറ്റിജർ വാല്യൂ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മീനിങ് ആയിട്ട് തോന്നില്ല, അല്ലെങ്കിൽ നമുക്കത് അതിൻ്റെ മീനിങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇങ്ങനെ എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഈ എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വീക്ക് സ്റ്റാർട്ട് 1, വീക്കെൻഡ് 6 ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. എന്നിട്ട് 1 എന്ന് പറഞ്ഞാൽ മൺഡേ ആണ്, 6 എന്ന് പറഞ്ഞാൽ ഫ്രൈഡേ ആണ്, അങ്ങനെ വീക്ക് നമ്പറാണ് അതെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രോഗ്രാം കാണുന്ന ആൾക്ക് വീക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ് എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നതിനേക്കാളും വീക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ മൺഡേ ആണെന്ന് പറയുന്നതായിരിക്കും മനസ്സിലാവുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാമിനകത്ത് എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് സ്റ്റോർ ചെയ്യണം. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ, ഇങ്ങനെ 2 സ്റ്റാറ്റസാണ് ഉള്ളത്. അപ്പോൾ സക്സസ് ആയെന്നുണ്ടെങ്കിൽ 1 ആണ് വാല്യൂ, ഫെയിലിയർ ആയെന്നുണ്ടെങ്കിൽ 0 ആണ് വാല്യൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് പ്രോഗ്രാമിൽ. എന്നിട്ട് സ്റ്റാറ്റസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിനേക്കാളും നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം എന്താണ്? സ്റ്റാറ്റസ് ഈക്വൽ ടു സക്സസ്, സ്റ്റാറ്റസ് ഈക്വൽ ടു ഫെയിലിയർ എന്ന് പറയുന്നതാണ്. അപ്പോൾ സക്സസ് ഫെയിലിയർ എന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ഇങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വേരിയബിൾ നെയിം ആയിട്ടാണ് എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റാറ്റസ് നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈനം സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ ടൈപ്പ് ഉണ്ടാക്കാം. അതിൻ്റെ 2 വാല്യൂ സക്സസും ഫെയിലിയറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഈ ഡേറ്റ ടൈപ്പിലുള്ള കീവേഡ് സ്റ്റാറ്റസ് എസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഐഡൻറ്റിഫയർ ഉണ്ടാക്കുകയാണ് ഈനം ഡേറ്റ ടൈപ്പിലുള്ള എസ് എന്ന് പറഞ്ഞിട്ട്. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു സക്സസ്, എസ് ഇസ് ഈക്വൽ ടു ഫെയിലിയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രോഗ്രാം റീഡബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാം എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ് ഇസ് യൂസ് ടു അസൈൻ നെയിംസ് ടു ഇൻ്റഗ്രൽ കോൺസ്റ്റൻസ് എന്ന് പറയും. അതായത് നമുക്ക് പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യേണ്ടി വരുന്ന ഇൻ്റഗ്രൽ കോൺസ്റ്റൻസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ 0, 1, 2, 3 എന്നൊക്കെ പറഞ്ഞ ഇൻ്റഗ്രൽ കോൺസ്റ്റൻസ്, ആ കോൺസ്റ്റൻസ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം പ്രോഗ്രാം റീഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ അസൈൻ നെയിംസ് ടു സച്ച് ഇൻ്റഗ്രൽ കോൺസ്റ്റൻസ്. അങ്ങനെ നെയിം അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്യൂമറേഷൻ യൂസ് ചെയ്യുന്നത്.